എൻ്റെ ഇടവക പള്ളിയിലെ ഞാൻ കണ്ടിട്ടുള്ള ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞുള്ള പിറ്റേ ആഴ്ചയിൽ നല്ല വെരിപ്പോ സാരിയൊക്കെ കൊടുത്ത് കുറേ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് എൻ്റെ ആ ഡേ ആയിരുന്നു, നമ്മുടെ ഫസ്റ്റ് കുർബാന അറ്റ് മൈ ഓൺ ഇടവക. ആൻഡ് ഇന്ന് നമ്മുടെ അലമാര എടുപ്പും കൂടിയാണ്. നമ്മൾ തിരിച്ച് വൈപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോയി, ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടാനായിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു. അപ്പിച്ചി, അമ്മിച്ചി, ആൻറ്റിമാരൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ചെറിയൊരു ചായ സൽക്കാരമൊക്കെ നടത്തി. ആൻഡ് ഇതാണ് നമ്മുടെ അലമാരി. ഇന്നലെ ഒഴിഞ്ഞിരുന്ന അലമാരി ഇന്ന് ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, ഫ്രണ്ട്സൊക്കെ കൂടി ഒരുപാട് ഗിഫ്റ്റ്, അതുപോലെ തന്നെ എനിക്ക് യൂസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. മീറ്റ് അവർ അതർ വ്ളോഗർ. എൻ്റെ കസിൻസിന് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, മിൽനാസ് വ്ളോഗ്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ വ്ളോഗ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പതിപോലെ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി പ്രാർത്ഥിച്ച് ഇറങ്ങാൻ പോവാണ്. സാധാരണ ഇത്ര ദിവസം ഉണ്ടായിരുന്ന വീഡിയോസിലെ പോലെ കുറേ ചിരിയും കളിയും തമാശകളും ബഹളവും ഈ വീഡിയോയിലില്ല. ബിക്കോസ് ഭൂരിഭാഗവും ടൈമും ആൾക്കാർ സൈലൻ്റ് ആയിരുന്നു. എല്ലാവരുടെ ഉള്ളിലും ഭയങ്കര ഒരു വിഷമമുള്ള പോലെയാണ് എനിക്ക് എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കരയില്ല എന്നുള്ളത്. കാരണം എനിക്കറിയാം അവർക്ക് എന്നെ കുറേ നാൾ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരില്ല, ഇടയ്ക്കിടയ്ക്ക് എന്തായാലും നമ്മൾ കാണും എന്നുള്ളത്. എന്റെ ഫോക്കസല്ല ക്യാമറ. ഇതെന്താണ് എല്ലാവർക്കും ഇത്ര സൈലൻസ്? ജോളബി എപ്പോ വന്ന്? ജോളബി എപ്പോ വന്ന്? എന്താപ്പാ ഇന്റെ മിച്ചക്ക വന്നെന്താ അതിലൂടെ? ഇല്ലേ? എല്ലാവർക്കും എന്തൊരു സങ്കടം ഇവിടെ. അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടെ എൻ്റെ അങ്കിൾമാരും വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഇറക്കണമല്ലോ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ കരച്ചിലിൻ്റെ ക്ഷീണം ബാക്കിയൊന്ന് പുഡിങ് കഴിച്ച് തീർത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്.